അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ അത് പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്തരം വിഷയങ്ങളിലുള്ള ഇസ്ലാമികമായ നിലപാടുകൾ പഠിപ്പിക്കപ്പെടണം. ഇന്ന് നേർച്ച എന്ന് പറയുമ്പോഴേക്കും ആളുകളുടെ മനസ്സിലേക്ക് ആനയും മേളവും അതുപോലെ പെട്ടിവരവും ഘോഷയാത്രകളുമെല്ലാമാണ് ഓടിയെത്തുന്നത്. ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം നേർച്ചകൾക്ക് ഇസ്ലാമുമായി യാതൊരുവിധ ബന്ധവുമില്ല. നദർ എന്നാണ് അറബിയിൽ നേർച്ചക്ക് പറയുക. അത് ഇബാദത്താണ്. എന്താണ് നേർച്ച? നിർബന്ധമല്ലാത്ത ഒരു കാര്യം അത് സ്വന്തത്തിന് നിർബന്ധമാക്കലാണ് നദർ, നേർച്ച. ഫർള് നേർച്ചയാക്കാൻ പാടില്ല. 5 വക്ത് ഞാൻ നമസ്കരിക്കും, ഞാൻ അള്ളാഹുവിന് നേർച്ചയാക്കിയിരിക്കുന്നു, അങ്ങനെ ഒരു നേർച്ചയില്ല. 5 വക്ത് നമസ്കാരം ഫർളാണ്, സക്കാത്ത് ഫർളാണ്, റമളാനിലെ നോമ്പ് ഫർളാണ്. നിർബന്ധമായ ഒരു കാര്യം നേർച്ചയാക്കുന്ന രീതി ഇല്ല. എന്നാൽ ഒരു വ്യക്തിക്ക് നിർബന്ധമല്ലാത്തൊരു കാര്യം, തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുണ്ട്, ഒരാൾ അത് നേർച്ചയാക്കിയാൽ ആ വ്യക്തിക്കത് നിർബന്ധമായി തീർന്നു. എന്നാൽ നേർച്ചയിലൂടെ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഇന്ന് ആളുകൾ അങ്ങനെയാണ്. അവരുടെ എന്തെങ്കിലും കാര്യം നേടുന്നതിന് വേണ്ടി, മകളുടെ കല്യാണം നടക്കാൻ, വീടിൻ്റെ പണി പൂർത്തിയാകാൻ, മരുമകൻ്റെ വിസ അത് റെഡിയാകാൻ, SSLC എക്സാമിലേക്ക് മകള് കടക്കാൻ പോവാണ്, മകള് നല്ല മാർക്കോടുകൂടെ പാസ്സാകാൻ, അതിനെല്ലാമാണ് ആളുകൾ നേർച്ച നേരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തൻദിറു ഫഇന്ന അൻ-നദ്റ ലാ യുഗ്നി മിനൽ ഖദരി ഷൈഅൻ. നിങ്ങൾ നേർച്ച നേരരുത്. അള്ളാഹുവിൻ്റെ തീരുമാനത്തെ, അള്ളാഹുവിൻ്റെ ഖദറിനെ, അതിലേതെങ്കിലും ഒന്നിനെ മാറ്റാൻ നേർച്ച കൊണ്ട് സാധിക്കുകയില്ല. അപ്പൊ നേർച്ചയിലൂടെ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുക, നേർച്ച നേർന്നുകൊണ്ട് ഒരു കല്യാണം എളുപ്പമാവുക, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവുക, പരീക്ഷയിൽ നല്ല മാർക്ക് നേടുക, അങ്ങനെ ഒരു അവസ്ഥ നേർച്ചയിലൂടെ ഒരാൾക്ക് ലഭിക്കുകയില്ല. ലാ യഅതി ഇബ്ന ആദം അൻ-നദ്റു ബിശൈഇൻ. ഒന്നും നേർച്ച അവന് നൽകുകയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഭൗതികമായ നേട്ടം നേർച്ചയിലൂടെ ഒരാൾക്ക് ലഭിക്കുകയില്ല. പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? വഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ. പിശുക്കന്റെ പോക്കറ്റിൽ നിന്ന്, അവന്റെ സമ്പത്തിൽ നിന്ന് പണം പുറത്തേക്കെടുക്കും എന്നതല്ലാതെ ആ നേർച്ച കൊണ്ട് അവന് ഭൗതികമായ എന്തെങ്കിലും ഒരു നേട്ടം നേടിയെടുക്കാൻ സാധിക്കുകയില്ല. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേർച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ഒരു സംഗതിയല്ല. മാത്രവുമല്ല, നിബന്ധന വെച്ചുകൊണ്ട് നേർച്ച നേരുന്നതിനെ പണ്ഡിതന്മാർ ഹറാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാ, പരീക്ഷ എളുപ്പമായാൽ ഞാൻ ഒരു ഖത്മ് തീർക്കും, ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഞാനൊരു ഉംറ ചെയ്യും, വീടിന്റെ പണി ഒരു പ്രയാസവും ഇല്ലാതെ പൂർത്തിയായി കഴിഞ്ഞാൽ ഖുർആനിലെ ഒരു 2 ജുസ് ഞാൻ പാരായണം ചെയ്യും, 2 നോമ്പ് നോൽക്കും. അങ്ങനെ ഒരു നിബന്ധന വെച്ചുകൊണ്ട്, അള്ളാഹുവിനൊരു നിബന്ധന വെച്ചുകൊണ്ട്, ഇന്ന കാര്യം കിട്ടിയാൽ ഇന്നത് ചെയ്യും, അങ്ങനെ നേർച്ചയാക്കുന്നതിനെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത് അത് ഹറാമാണ്. കാരണം അമല് ചെയ്യേണ്ടത് ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ടല്ല. ഒരു ഇബാദത്ത് ചെയ്യേണ്ടത് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടാനല്ല, ആഖിറം കൊതിച്ചുകൊണ്ടാണ്. നോമ്പ്, ഖുർആൻ പാരായണം, ഉംറ, ഹജ്ജ്, ഇതൊക്കെ ദുനിയാവിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട അമലുകളല്ല. അത് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ആഖിറമാണ്. മറ്റൊന്ന്, റബ്ബിന് നമ്മൾ നിബന്ധന വെക്കുകയാണ്, റബ്ബിന് കണ്ടീഷൻ വെക്കുകയാണ്. പടച്ചോനെ, നിനക്ക് ഞാനിതാ ഇന്ന കാര്യം എനിക്ക് ചെയ്തു തന്നാൽ ഇന്ന ഇബാദത്ത് നിനക്ക് ചെയ്യും. നമ്മുടെ ഇബാദത്തിന്റെ ആവശ്യം അള്ളാഹുവിനില്ല. അങ്ങനെ അള്ളാഹുവിനൊരു നിബന്ധന വെക്കുന്നത് അത് ശരിയായ രീതിയുമല്ല.
പലപ്പോഴും ആളുകൾ നേർച്ചയെക്കുറിച്ച് തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഉത്തരം കിട്ടുന്ന ദുആ ആളുകൾ മറക്കുകയും ചെയ്യുന്നു. നേർച്ചയിലൂടെ ഒരു കാര്യം നമുക്ക് നേടാൻ കഴിയില്ല, ദുആയിലൂടെ നേടാൻ കഴിയും. ഉദ്ഊനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, സുജൂദിലെ ചോദ്യത്തിന് ഉത്തരമുണ്ട്. ദുആ ജനങ്ങൾ മറക്കുന്നു. രോഗമുണ്ട്, പ്രയാസമുണ്ട്, അതെന്തുകൊണ്ട് ദുആ ചെയ്തുകൂടാ? എന്തുകൊണ്ട് അള്ളാഹുവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചുകൂടാ? ആ പ്രാർത്ഥനയുടെ വിഷയം ആളുകൾ മറന്നുപോവുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ 3 നേർച്ചകളാണ് പരിചയപ്പെടുത്തിയത്. ഒന്ന് മറിയം അലൈഹിസ്സലാമയുടെ നേർച്ചയാണ്. 2 അവരുടെ ഉമ്മയുടെ നേർച്ചയാണ്. 3 സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ നേർച്ചയാണ്. ഈ 3 നേർച്ചയും ഒരു കാര്യം നേടാനല്ല, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ഒരു അനുഗ്രഹം കിട്ടിയാൽ നന്ദിയായിക്കൊണ്ട് നേർച്ച നേരാം. സന്താനമുണ്ടായി ശുക്റായിക്കൊണ്ട് പടച്ചോനെ ഞാനിതാ ഒരു അറിവ് നടത്തും, അങ്ങനെ നേർച്ച നേരാം. അത് പണ്ഡിതന്മാർ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറിയം ബീവിയുടെ ഉമ്മ അവർ നേർച്ച നേർന്നത് റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ, കുട്ടി ഉണ്ടാകാനല്ല, അള്ളാഹു സന്താനത്തെ കൊടുത്തപ്പോൾ ശുക്റായിക്കൊണ്ട് നേർച്ച നേർന്നു. പടച്ചോനെ കുട്ടി ഉണ്ടായാൽ ഞാൻ ഇന്നത് ചെയ്യാമെന്നല്ല, സന്താനത്തെ നൽകിയാൽ ഞാൻ നേർച്ച നേരാമെന്നല്ല. സന്താനത്തെ റബ്ബ് കൊടുത്തു, ഒരു അനുഗ്രഹം കിട്ടി, ഒരു നിഅമത്ത് കിട്ടി, അപ്പോൾ നേർച്ച നേർന്നു. അപ്പൊ നമുക്കൊരു അനുഗ്രഹം കിട്ടി, ഒരു നിഅമത്ത് കിട്ടി, അതിന് റബ്ബിന് നേർച്ച നേരാം എന്നതല്ലാതെ ഒരു അനുഗ്രഹം കിട്ടാൻ, ഒരു പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ, എന്തെങ്കിലും ഒരു ആവശ്യം നേടാൻ അള്ളാഹുവിനോട് നേർച്ച നേരുന്ന രീതി അത് നമുക്ക് നമ്മുടെ മുൻഗാമികളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെയോ സ്വഹാബാക്കളുടെയോ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് നേർച്ച അവിടെ നിന്നും വിട്ടു. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുന്നു. കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മുഹിയുദ്ദീൻ ഷെയ്ഖിന് കോഴിയെ നേർച്ചയാക്കുന്നു, അത് ഉള്ളാടിലേക്ക് എത്തുമ്പോൾ ആടായി മാറുന്നു, അത് അജ്മീറിലേക്ക് എത്തുമ്പോൾ അത് കാളയായി മാറുന്നു. ഇടിയങ്ങരയിൽ അപ്പമാണ് അവിടെയുള്ള വിഭവം. കണ്ണിനാണ് അസുഖമെങ്കിൽ കണ്ണപ്പം, കയ്യിനാണ് അസുഖമെങ്കിൽ കയ്യപ്പം, കാലിനാണ് രോഗമെങ്കിൽ കാലപ്പം. അങ്ങനെ അപ്പം അവിടെ നേർച്ചയാക്കിക്കൊണ്ട് ആളുകൾ ആവശ്യം തേടുകയാണ്. അതുപോലെ തന്നെ പുതിയങ്ങാടിയിൽ അവിടെ പഴക്കൊലയാണ് നേർച്ച. ഇത് ഷെയ്ഖിനാണോ കൊണ്ടുപോയി കൊടുക്കുന്നത്? ഇത് ഏതായാലും ആ ഖബറിലുള്ള മനുഷ്യൻ കഴിക്കില്ല എന്നുറപ്പാണല്ലോ. പിന്നെ എന്താണ് അവിടെയൊക്കെ നടക്കുന്നത്? അതിന്റെ മുന്നിൽ ഒരുപാട് കടകൾ ഉണ്ടാകും, അതിൽ പഴക്കൊലകൾ ഉണ്ടാകും. ആളുകൾ അത് വാങ്ങുന്നു, അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു. വൈകുന്നേരം അതേ സാധനം വീണ്ടും കടയിലെത്തുന്നു. ബിസിനസ്സാണ്, കച്ചവടമാണ്. ആത്മീയ ചൂഷണങ്ങളാണ് ഇവിടെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കോഴിയുടെ നേർച്ചയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പഴക്കൊലയുടെ നേർച്ചയോ നമ്മുടെ മുൻഗാമികളിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയുമോ? എന്തെങ്കിലും ഒരു ആവശ്യം നേടുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് പ്രവാചകന്മാരുടെ പരമ്പരയിലാണ് മറിയം അലൈഹിസ്സലാം ഉള്ളത്. ആ പരമ്പരയിൽ എത്രയെത്ര പ്രവാചകന്മാർ! സക്കരിയ നബി അലൈഹിസ്സലാം മുൻകടിഞ്ഞു പോയ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഖബറിനരികിൽ ചെന്നുകൊണ്ട് നേർച്ച നേർന്നോ? ഒരു നേർച്ച നടത്തിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്രയെത്ര സ്വഹാബാക്കൾ! നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി കാണാം. ഓമാനൂർ ശുഹദാക്കൾ, പല ശുഹദാക്കളുടെ പേരിൽ പെട്ടികളും അവിടെ പിന്നെ ആളുകൾ പണം നിക്ഷേപിക്കുന്നത് കാണാൻ കഴിയും. ചില ദർഗയുടെ മുന്നിലൂടെ പോകുമ്പോൾ ആളുകൾക്ക് അവിടെ പണം എറിഞ്ഞിട്ടില്ലെങ്കിൽ പേടിയാണ്. എന്തെങ്കിലും അപകടം വരുമോ, എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമോ എന്ന പേടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിത കാലഘട്ടത്തിൽ 9 യുദ്ധങ്ങളാണ് നടന്നത്. പരസ്പരമുള്ള പോരാട്ടങ്ങൾ 9 നടന്നു. അതിൽ 8 യുദ്ധങ്ങളിൽ മരണം സംഭവിച്ചിട്ടുണ്ട്. 150 സ്വഹാബികളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഷഹീദായിട്ടുള്ളത്. 150 ശുഹദാക്കൾ. ബദറിൽ 14. അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ 150 ശുഹദാക്കളുണ്ട് അവിടെ. ഏതെങ്കിലും ഒരു ശുഹദാക്കളുടെ ഖബറ് കെട്ടിയുയർത്തി അവിടെ ഒരു നേർച്ചപ്പെട്ടിയോ അവിടെ ഏതെങ്കിലും ചന്ദനക്കുടമോ ഏതെങ്കിലും ആചാരങ്ങളോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചോ?
മക്കയിലും മദീനയിലും അത് പൊളിച്ചു മാറ്റി എന്നാണ് സാധാരണ ചില ആളുകൾ ഇങ്ങനെ പറയുക. ശരി, മക്കയിലും മദീനയിലും വേണ്ട, അള്ളാഹുവിന്റെ റസൂലുള്ള മദീനയിൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള മദീനയിൽ, സ്വഹാബാക്കളുള്ള മദീനയിൽ, സ്വഹാബാക്കളുള്ള മക്കയിൽ അവര് പണിത ഏതെങ്കിലും ഒരു ഉയർത്തിക്കെട്ടിയ ഖബറുണ്ടോ? ഏതെങ്കിലും പെട്ടിവരവോ ചന്ദനക്കുടമോ ഇതുപോലെയുള്ള വാദ്യമേളങ്ങളോടുകൂടെയുള്ള ആഘോഷങ്ങളോ ഉണ്ടോ? ലോകത്തിലേക്ക് കടന്നു വന്ന ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഖബറിനരികിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു ആഘോഷം പഠിപ്പിച്ചോ? നമ്മുടെ നാട്ടിൽ പല രൂപത്തിലാണ് മരണപ്പെട്ടവരുടെ പേരിലുള്ള ആഘോഷങ്ങൾ. ചില നാട്ടിൽ 3-ാം ഫാത്തിഹ, 7, 40 ആണ്ട്. ശരി, ഇസ്ലാമിക ചരിത്രത്തിലെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും 3-നെ കുറിച്ചോ 7-നെ കുറിച്ചോ 40-നെ കുറിച്ചോ ആണ്ടിനെ കുറിച്ചോയുള്ള പരാമർശങ്ങളുണ്ടോ? കർമ്മശാസ്ത്രത്തിന്റെ കിതാബുകൾ എത്ര ബൃഹത്താണ്! ഇമാം ഷാഫിയുടെ, ഇമാം അബൂ ഹനീഫയുടെ, ഇമാം മാലിക്കിന്റെ, ഇമാം അഹ്മദിന്റെ ആ കർമ്മശാസ്ത്ര കിതാബുകളിൽ എവിടെയെങ്കിലും മരണത്തിന് ശേഷമുള്ള 3-ന്റെ ദിവസമുള്ള ആഘോഷങ്ങളോ അല്ലെങ്കിൽ അവിടെയുള്ള ഭക്ഷണ വിതരണമോ നമുക്ക് കാണാൻ കഴിയുമോ? 7-നുണ്ടോ 40-നുണ്ടോ ആണ്ടിനുണ്ടോ? ദുഃഖാചരണം 3 ദിവസമാണ്. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ഭാര്യയല്ലാത്ത മറ്റുള്ളവർ ദുഃഖം പ്രകടിപ്പിക്കേണ്ടത് 3 ദിവസമാണ്. ഇവിടെ 3-ഉം 40-ഉം 7-ഉം ആണ്ടും മുസ്ലിം സമുദായം ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ദീനല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നാട്ടിൽ ഒരുപാട് അമലുകൾ ഉണ്ടാകും, ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ആ അമലുകൾ നിങ്ങൾ തൂക്കി നോക്കേണ്ടത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിക്കാത്ത അമലാണെങ്കിൽ, നാട്ടിലെ ഭൂരിപക്ഷം ചെയ്യുന്നതാണെങ്കിലും, നാട്ടിലെ മഹല്ലുകാർ നടത്തുന്നതാണെങ്കിലും, ജനകീയ ആഘോഷമാണെങ്കിലും, എന്താണെങ്കിലും അത് ഇസ്ലാമിന്റെ പേരിലാണെങ്കിൽ അവിടെ ഒരു മുസ്ലിമിന് പങ്കെടുക്കുക സാധ്യമല്ല. ഒരാള് പറയാണ്, ഞാനിതാ ഇന്നത്തെ സുബഹി നമസ്കരിച്ചത് മുഹിയുദ്ദീൻ ഷേഖിന് വേണ്ടിയിട്ടാണ്. എന്താ നമ്മൾ പറയാ? ആ നല്ല കാര്യം എന്ന് പറയൂ? ആരെങ്കിലും പറയൂ? ഇല്ലല്ലോ. ഇന്നത്തെ സുബഹി നമസ്കരിച്ചത് ബദരീങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഇല്ല. എന്തുകൊണ്ട്? അത് ഇബാദത്താണ്. സുബഹി ഇബാദത്താണ്, ളുഹർ ഇബാദത്താണ്, അത് പടച്ചോനാണ്. അതേ ഇബാദത്താണ് സ്വദഖ. സ്വദഖ ഇബാദത്താണ്, അറവ് ഇബാദത്താണ്. അല്ലാഹു അല്ലാത്തവർക്കൊരു അറവില്ല. നമ്മളോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞില്ലേ, ഖുൽ, പറയുക, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം പൊട്ടില്ല അതിൽ. എന്റെ റബ്ബിനാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ. അല്ലാഹുവിന് അറവ് നടത്താൻ അതൊരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള ഏതെങ്കിലും നേർച്ചകളിലേക്ക് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുക സാധ്യമല്ല. അത്തരം ആഘോഷങ്ങളിലേക്ക് സമുദായം പോകുമ്പോൾ അവരെ തിരിച്ചു വിളിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ നേർച്ചകളും പൂരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം എന്തെല്ലാം ഹറാമാക്കിയോ അതെല്ലാം ഈ നേർച്ചകളിലുണ്ട്, ഈ പൂരങ്ങളിലുണ്ട്. ദുഃഖകരമായ ഒരു സാമൂഹിക സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിന്റെ ആസാറുകൾ മുഴുവൻ പ്രശ്നമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. ഇസ്ലാമിന്റെ അടയാളം താടി സുന്നത്താണ് എന്നതിൽ ആർക്കും തർക്കമില്ലല്ലോ. നിർബന്ധമാണോ അല്ലേ, അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും ഉണ്ടാകാം. താടി നല്ലൊരു കാര്യമാണ്, അതിൽ തർക്കമില്ല. പക്ഷേ ഒരാൾ താടി വെക്കുമ്പോഴേക്കും അതെന്തോ ഒരു മോശപ്പെട്ട പ്രവർത്തനം,
അതെന്തോ ഒരു തെറ്റായ ആളുകൾക്ക് തോന്നാണ്. ഒരാളുടെ വസ്ത്രം ഞെരിയാണിയുടെ മുകളിലേക്ക് കയറുമ്പോൾ അതൊരു തെറ്റായി തോന്നുകയാണ്. എന്നാൽ ഇസ്ലാം വിരോധിച്ച ഹറാമുകളെല്ലാം ഈ പൂരങ്ങളിൽ നടക്കുന്നു. അതിനെല്ലാവിധ ലൈസൻസും നൽകിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഹറാമുണ്ട്, ആണും പെണ്ണും കൂടിച്ചേരലുകളുണ്ട്. ഒരു അപകടം നമ്മൾ കണ്ടല്ലോ. അതിലെ ആനപ്പാപ്പാന്റെ ഒരു സംസാരം കേൾക്കാൻ കഴിഞ്ഞു. വന്നത് മുഴുവൻ വെള്ളാണ്. കുടിച്ച് തിമിർത്ത് ബോധമില്ലാതെ തുള്ളിച്ചാടാണ്. ആ ചാടുന്നതിൽ ഉമ്മത്തുണ്ട്. ആ ചാട്ടം കാണാൻ നിൽക്കുന്നതിൽ ഈ സമുദായത്തിലെ സഹോദരിമാരുണ്ട്. അതൊരാഘോഷമായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വർഷം 100 ആനയാണെങ്കിൽ അടുത്ത വർഷം 110. മത്സരിച്ചുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിൽ എന്തിനാണ് ഖബറിനരികിൽ പോകാൻ പറഞ്ഞത്? തുദക്കിറുക്കുമുൽ ആഖിറ. ആദ്യം ഖബർ സിയാറത്തില്ല. ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഖബർ സിയാറത്ത് അനുവദിച്ചിട്ടില്ല. പിന്നീട് ഖബർ സിയാറത്ത് അനുവദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, അലാ ഫസൂറുഹ, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. എന്തിന്? നേർച്ച നേരാനാണോ? ഫഇന്നഹാ തുദക്കിറുക്കുമുൽ ആഖിറ, ആഖിറം ഓർമ്മിപ്പിക്കും. ആരെ ഖബറിനരികിൽ പോയാലാണ് ആഖിറ ഓർമ്മ ഉണ്ടാവുക? ഊരും പേരും അറിയാത്ത, ആരാണ് കിടക്കുന്നത് എന്ന് പോലും അറിയാത്ത ഏതെങ്കിലും ജാറങ്ങളിൽ ചെന്നാലാണോ? അതല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിനരികിൽ ചെന്നാലാണോ? ഉമ്മാന്റെ ഖബറിനരികിൽ ചെന്നാൽ മനസ്സു പടക്കും. നമ്മുടെ മഹല്ലിലെ ഖബർസ്ഥാനിൽ ചെന്നാൽ മനസ്സു പടക്കും. പടച്ചോനെ, ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് ജീവിച്ചവർ ഇവിടെ തന്നെയാണല്ലോ എനിക്കും വന്നെത്താനുള്ളത്. അതാണ് ആ പറയുന്ന സലാം, അതാണ് ആ പറയുന്ന പ്രാർത്ഥന. ഞാനും വന്നു ചേരാനുള്ളതാണ്. ആ മനസ്സു പടക്കാനാണ്, ആ മനസ്സു വിതുമ്പാനാണ്, ആഖിറത്തെ ഓർത്തുകൊണ്ടൊന്ന് കണ്ണ് നനയാനാണ് ഖബർ സിയാറത്ത്. എന്നാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഖബർ സിയാറത്തിന്റെ പേരിൽ, ഖബർ ആഘോഷത്തിന്റെ പേരിൽ, നേർച്ചയുടെ പേരിൽ ചെണ്ടമേളങ്ങൾ, സർക്കസുകൾ, അതുപോലെ തന്നെ വെടിമരുന്ന് പ്രയോഗങ്ങൾ, ഇതെല്ലാം സമുദായം ഏറ്റെടുത്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആഘോഷങ്ങളുടെ കൊടി പൊക്കുന്നത് ആരാണ്? ഈ ആഘോഷങ്ങളുടെ ദുആ മജ്ലിസുകളിൽ പ്രാർത്ഥിക്കുന്നത് ആരാണ്? ഈ ഖബറുകളുടെ, ഈ ജാറങ്ങളുടെ മുന്നിലുള്ള പ്രഭാഷണ പരമ്പരകളിൽ പ്രസംഗിക്കുന്നത് ആരാണ്? ഈ മുസ്ലിം നേതൃത്വം ഇത്തരം ആഘോഷങ്ങളിൽ ഞങ്ങൾ വരില്ല, അവിടെയുള്ള പ്രാർത്ഥനകളിൽ ഞങ്ങൾ വരില്ല, അവിടെയുള്ള കൊടിവെക്കലിൽ ഞങ്ങൾ വരില്ല, അവിടെയുള്ള ആഘോഷങ്ങളിൽ ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞാൽ ഈ തോന്നിവാസങ്ങൾ അവസാനിപ്പിക്കാം. ഇസ്ലാമിന്റെ പേരിൽ ഇത്തരം ആഘോഷങ്ങൾ ഉണ്ടാകരുത് എന്ന് പറയാൻ പ്രിയമുള്ള മുസ്ലിം സമുദായമേ, പ്രിയമുള്ള മുഅ്മിനുകളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. നേർച്ചയിൽ അനാചാരം മാറ്റുക എന്നാണ്. അങ്ങനെ ഒരു ഏർപ്പാടില്ല. നേർച്ച തന്നെ അനാചാരമാണ്. ഈ വാദ്യമേളവും ഈ ആനയും ഈ വെടിമരുന്നും ഈ ഘോഷയാത്രയും സംഗീതവും പോയാൽ ഇത് ആഘോഷം ഇസ്ലാമികമാകുന്നില്ല. മരിച്ച മനുഷ്യന്റെ ഖബറിന്റെ അരികിൽ വന്നുകൊണ്ട് നടത്തുന്ന ഈ പേക്കൂത്ത് തന്നെ അനാചാരമാണ്. അങ്ങനെ ഖബർ വരുമാന മാർഗമാക്കുന്ന ഒരു ഏർപ്പാട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. മരിച്ചയാളുടെ ഖബറിനരികിൽ എന്തെങ്കിലും പ്രത്യേകമായ ഏർപ്പാടുകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു തആല റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം എങ്ങനെയാണ് ജീവിച്ചത്? ആയിഷ ബീവിക്ക് മകനുമില്ല, മകളുമില്ല, മക്കളില്ല. എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാണ് ചെലവേറ്റെടുക്കുന്നത്. ധാന്യങ്ങൾ, ഭക്ഷണം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് എത്തിക്കും. പറഞ്ഞോ, അബ്ദുറഹ്മാനെ, എന്തിനാണ് അന്റെ അരി, അന്റെ ഗോതമ്പ് എന്തിനാ? ആ ബാർലിയുടെ ഒന്നും ആവശ്യമില്ല. അള്ളാന്റെ റസൂലിന്റെ ഖബറിനരികിൽ ഒരു പെട്ടി വെച്ചാൽ ജീവിക്കാനുള്ളത് പോലും പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹിയുടെ ഖബറിന് ശേഷം അടുത്ത ഖബർ അവിടെ വന്നു. ഔലിയാക്കളുടെ നേതാവ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ, 3 നേതാക്കന്മാരുടെ ഖബർ നമ്മുടെ ഉമ്മയുടെ വീട്ടിലുണ്ട്.
വർഷത്തിൽ ഒരു സ്വലാത്ത് നടത്തിയോ? വർഷത്തിൽ ഒരു നേർച്ച നടത്തിയോ? ഒരു ചന്ദനക്കുടം നടത്തിയോ? ഒരു ബോക്സെങ്കിലും ഇതാ പോകുന്നവര് ഒരു ദിർഹമെങ്കിലും ഇട്ടുപോകൂ എന്ന് പറയാൻ പറ്റോ? ഇല്ലല്ലോ. അവരാരും ഖബറിനെ വരുമാന മാർഗമാക്കിയിട്ടില്ല. അവർക്ക് ഖബർ ഓർമ്മപ്പെടുത്തലായിരുന്നു. അവർക്ക് ഖബർ മരണത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. എങ്കിൽ പ്രിയമുള്ളവരെ, ആ തലത്തിലേക്ക് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. ഇത്തരം ചൂഷണങ്ങളെ തൊട്ട് നമ്മുടെ ഉമ്മത്തിന് താക്കീത് നൽകണം. അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് മഹ്റമിന്റെ കൂടെ, വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളുടെ കൂടെ, ഭർത്താവിന്റെ കൂടെ, ഉപ്പയുടെ കൂടെ, അങ്ങനെ മഹ്റമായ ആളുകളുടെ കൂടെ പള്ളിയിലേക്ക് വന്നാൽ ഫിത്ന. രാത്രി 2 മണിക്കും 1 മണിക്കും 3 മണിക്കും നേർച്ചയിൽ ആണും പെണ്ണും ഒന്നിച്ചു തുള്ളുന്നു. ഉളഹിയത്ത് അറുക്കാത്തവൻ നേർച്ച നേരുന്നു. ഉളഹിയത്തിനെ കുറിച്ച് ചിന്തയില്ല. ഉളഹിയത്തിനെ കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യന്മാരാണ് മുഹിയുദ്ദീൻ ഷെയ്ഖിന് വേണ്ടി ആടിനറുക്കുന്നത്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഉറക്കമൊടിക്കാത്തവനാണ് നേർച്ചയുടെ ദിവസങ്ങളിൽ ഉറക്കമൊടിച്ചുകൊണ്ട് ഘോഷയാത്രയുടെ പിറകെ പോകുന്നത്. എന്ത് ഹൈറാണ് ഈ ഒരു സമുദായത്തിൽ ഉണ്ടാവുക? ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ കിടന്നുറങ്ങുകയും ഇത്തരം ബിദ്അത്തിന്റെ രാത്രികളിൽ ഉറക്കമൊടിച്ച് വാദ്യമേളങ്ങളുടെ കൂടെ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സമുദായത്തിൽ എന്ത് ഹൈറാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്? നമുക്ക് ബാധ്യതകളുണ്ട്. ശരിയായ ദീൻ, ശരിയായ വിശ്വാസം നമ്മുടെ സമൂഹത്തിന് കൈമാറാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. അള്ളാഹു അങ്ങനെ ശരിയായ അഖീദയിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.